ഒരാളാണോ എന്ന രീതിയിൽ നിങ്ങളെ നടത്തുന്നുണ്ടോ? അധികമായി സ്നേഹം കൊടുക്കുന്നു കൂടാതെ യാചിക്കാതെ ചേഫ് ചെയ്യാതെ ഇതിനെ എല്ലാം നമുക്ക് തലകീഴായി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവർ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ഇവരെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് വരാൻ തുടങ്ങും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നിങ്ങൾ ആർക്കെങ്കിലും വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും തരാതെ നിങ്ങളെല്ലാം ഒരാളാണോ എന്ന രീതിയിൽ നിങ്ങളെ നടത്തുന്നുണ്ടോ? നിങ്ങളുടെ സമയം, എനർജി എല്ലാം കൊടുത്ത് നിങ്ങൾ അത്രയും അവരെ സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വാല്യൂവും തരാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും അധികമായി ലഭിക്കുന്നുവോ, നമ്മൾ ആർക്ക് അധികമായി സ്നേഹം കൊടുക്കുന്നുവോ അവർ നമ്മളെ സുലഭമായി എടുക്കാൻ തുടങ്ങും. പക്ഷേ വഴക്ക് കൂടാതെ യാചിക്കാതെ ചേഫ് ചെയ്യാതെ ഇതിനെ എല്ലാം നമുക്ക് തലകീഴായി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവർ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. അതുമാത്രമല്ല, അയ്യോ എനിക്കിവരെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് വരാൻ തുടങ്ങും. ഇതിൽ ഒരു മായവും മന്ത്രവും ഒന്നുമില്ല. ഇത് നമ്മുടെ മനസമാധാനത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെ സമനില ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ കൺട്രോൾ ഉള്ളതിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം മറിയാൻ തുടങ്ങും. ഇനി ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, മൗനം. ചില സമയത്ത് നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ എന്ത് സംസാരിക്കാതെ ഇരിക്കുന്നു എന്നത് മറ്റുള്ളവരെ സാരമായി ബാധിക്കും. 1000 വാക്കുകളേക്കാൾ വിലയുള്ളതാണ് ഒരു മൗനം. നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നത് നിർത്തി ആലോചിക്കാതെ ആൻസർ പറയുന്നത് നിർത്തിയാലേ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ തിരിച്ചു തരാനുള്ള ഒരു വലിയ ആയുധമാണ് ഈ ബുദ്ധിപരമായ മൗനം. എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന എല്ലാറ്റിനും ന്യായീകരണങ്ങൾ പറയുന്ന വ്യക്തി പെട്ടെന്ന് മൗനമാകുമ്പോൾ അതവരെ തീർച്ചയായിട്ടും ആലോചിക്കാൻ വയ്ക്കും. എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് എന്തുകൊണ്ട് സൈലന്റ് ആയി എന്ന് അവർ ആലോചിക്കാനും നിങ്ങളെ മിസ് ചെയ്യാനും തുടങ്ങും. ന്യായമായ കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാക്കുന്ന മൗനം വളരെ ശക്തിയുള്ളതാണ്. അത് അവരുടെ തെറ്റിനെ ഉണർത്താൻ സഹായിക്കും. ഇതിന്റെ പേര് അകന്നു പോകലല്ല, നിങ്ങളുടെ വാല്യൂ അവർക്ക് ഉണർത്തി കൊടുക്കുന്നതാണ്. നമ്പർ 2, നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അതായത് ഈ ലോകത്ത് എല്ലാവരും മറ്റുള്ളവരുടെ അറ്റൻഷൻ നമുക്ക് വേണം, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം, നമുക്ക് വാല്യൂ തരണം, മര്യാദ തരണം എന്നൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമീപനമാണ്. നിങ്ങൾക്ക് ഒരു വാല്യൂയും തരാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ എനർജിയെ വേസ്റ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്കുള്ളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ഫിസിക്കൽ, മാനസികമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു വലിയ മാറ്റം വരാൻ തുടങ്ങും. നിങ്ങളുടെ സന്തോഷത്തിന് അവരുടെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാല്യൂ തരേണ്ടതുണ്ട് എന്നുള്ള ചിന്ത അവരിൽ ഉണർത്തുകയും ചെയ്യും. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കുള്ളിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ എപ്പോൾ മറ്റുള്ളവരെ ചീഫ് ചെയ്യുന്നത് നിർത്തുന്നുവോ അപ്പോൾ മറ്റുള്ളവർ നമ്മിലേക്ക് അട്രാക്റ്റ് ആയി വരാൻ തുടങ്ങും. മറ്റുള്ളവരുടെ റെസ്പെക്റ്റിനും വാല്യൂവിനും വേണ്ടി യാചിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് മര്യാദ കിട്ടുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങും. നമ്പർ 3, ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് പെട്ടിയും തൂക്കി എടുത്ത് ഉടനെ പുറത്തിറങ്ങി പോകുന്നതല്ല, മാനസികമായ ഡിറ്റാച്ച്മെന്റ്. എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് അതിന്റെ വാല്യൂ അറിയാൻ പറ്റില്ല. എപ്പോൾ നമ്മൾ അവൈലബിൾ അല്ല എന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എല്ലാവർക്കും ഉടനെ പെട്ടിയെടുത്ത് പ്രാരാബ്ദം, ഫാമിലി എല്ലാം ഉണ്ട്. സോ നമുക്ക് പറ്റില്ല. സോ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആയുധമാണ് ഈ ഡിറ്റാച്ച്മെന്റ്. വഴക്ക് കൂടാതെ, അലറാതെ, നമ്മുടെ വേദന മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ വളരെ ശാന്തമായിട്ട് ഡിറ്റാച്ച്ഡ് ആവണം. നമ്മൾ കൊടുക്കുന്ന ശിക്ഷയല്ല, എനിക്ക് വാല്യൂ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കില്ല എന്ന ഒരു സമാധാനപൂർണമായ ഒരു മെസ്സേജ് മാത്രമാണത്. നിങ്ങൾ എപ്പോഴും ലഭിക്കും, എല്ലാറ്റിനും ആൻസർ പറയൂ എന്നത് ശീലിച്ച ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അതിൻ്റെ വേദന അവർ മനസ്സിലാക്കാൻ തുടങ്ങും. ദേഷ്യപ്പെട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ പഠിക്കുന്നതാണ്. ശരിയായ സമയത്ത് ശരിയായ അകൽച്ച നിങ്ങളെ വെറും തുച്ഛമായി കരുതിയവർക്ക് വൈകിപ്പോയോ എന്ന് ഒന്ന് ആലോചിക്കാൻ വയ്ക്കും. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതുവരെ നിങ്ങളുടെ കരച്ചില്, വഴുകുകൂടല്, അലറല് ഇതെല്ലാം കണ്ട് ശീലിച്ചവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ സൈലന്റ് മൗനം ഇതെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ തന്നെ കുഴയ്ക്കാൻ വയ്ക്കും. നിങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു മരക്കട്ട എന്നല്ല, നിങ്ങളുടെ മനസ്സിന്റെ നിശ്ചയദാർഢ്യമാണ്. മറ്റുള്ളവരുടെ മൂഡിനനുസരിച്ചിരിക്കേണ്ടതല്ല നമ്മുടെ മൈൻഡ്. അവർ വീണ്ടും നിങ്ങളെ കുത്തി നോവിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും പ്രകോപിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ കൺട്രോള് അവരിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങും. നിങ്ങളുടെ മൗനം അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങും. ഇതുവരെ നിങ്ങളെ പരീക്ഷിച്ചും പ്രകോപിപ്പിച്ചും നിന്നവരെല്ലാം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അമ്പരന്ന് നിൽക്കും.
നമ്പർ 5 സെൽഫ് റെസ്പെക്ട്. സ്വയം മര്യാദ കൊടുത്ത് ആ മര്യാദയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്ന് ആരൊരാൾ വിചാരിക്കുന്നു, അവരെ പോലെ അട്രാക്റ്റീവായ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. സത്യസന്ധമായി നിങ്ങൾക്ക് മര്യാദ കൊടുത്ത് തുടങ്ങുമ്പോൾ ആ മര്യാദ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അത് മാത്രമല്ല, നിങ്ങൾക്കുള്ളിൽ ഒരു കോൺഫിഡൻറ്റ് വരാൻ തുടങ്ങും നാച്ചുറലായിട്ട്. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. നേരത്തെ നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വളഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായി ഉണർന്നതുകൊണ്ട് നിങ്ങൾ വളഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ എപ്പോഴും നിവർന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു പ്രധാന വ്യക്തിയായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരും ആ പ്രാധാന്യം നിങ്ങൾക്ക് നൽകാൻ തുടങ്ങും. നമ്പർ 6 ബൗണ്ടറീസ്. ഒരു സമനിലയില്ലാത്ത ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ ശരി ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും. നിങ്ങളുടെ ക്ഷമയെ ഇതുവരെ പരീക്ഷിച്ച് നോക്കി നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇവർ മാറിപ്പോയി, ഇനി ഇവരോട് ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാവാൻ തുടങ്ങും. ബൗണ്ടറീസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ തള്ളി വെക്കുന്നതല്ല, നിങ്ങളുടെ മനസ്സമാധാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുള്ളവർ എത്ര ദൂരം നിങ്ങളുടെ അടുത്ത് വരാമെന്നുള്ള ഒരു അതിർവരമ്പാണ്. വേണ്ടാന്ന് പറയുമ്പോൾ നമ്മളെ കുറേ പേര് കുറ്റവാളിയാക്കാം. ബട്ട് നിങ്ങളുടെ നിശ്ചയദാർഢ്യം അതിനൊന്നും വളഞ്ഞു കൊടുക്കില്ല. നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ ബലഹീനതയാണ് അവർ സ്നേഹിച്ചു കൊണ്ടിരുന്നത്. നമ്പർ 7 നമ്മളെ മനഃപൂർവ്വം അവഗണിക്കുകയും വേദനിപ്പിക്കുകയും അതായത് അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുടെ മുമ്പിൽ ധാരാളമായി എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നത് നിർത്തുക. കാരണം നമ്മുടെ എനർജി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ എനർജിയും സമയവും ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണില്ല. നമ്മൾ ആരെ സ്നേഹിക്കുന്നോ അവരുടെ മുമ്പിൽ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മളെ സ്നേഹിക്കുന്ന ചില വ്യക്തികളും നമുക്ക് വാല്യൂ തരുന്ന വ്യക്തികളും ഉണ്ടാവും. അവർക്ക് വേണ്ടി നമ്മുടെ ടൈമും എനർജിയും വാല്യൂ എല്ലാം നൽകുക. അപ്പോൾ അത് അതിൻ്റെ 10 മടങ്ങായി നമുക്ക് തിരിച്ചു വരും. ആ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. നമ്പർ 8 അവഗണന. ഇത്രയും ദിവസം നിങ്ങളെ തേടി നിരന്തരം സ്നേഹിച്ചും ചേസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെ പെട്ടെന്ന് നിങ്ങൾ അവഗണിക്കുമ്പോൾ അതവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുപ്പല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ഇത്രയും ദിവസം നിരന്തരം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ പ്രവർത്തികൾക്ക് ഇനി റിയാക്ട് ചെയ്യില്ല എന്നുള്ള നിങ്ങളുടെ നിശ്ചയദാർഢ്യം. അവരെന്ത് പറയുന്നു പ്രവർത്തിക്കുന്നു എന്ന് നോക്കുന്നത് നിർത്തുമ്പോൾ തന്നെ ആ ബന്ധത്തിൻ്റെ സമനില മാറാൻ തുടങ്ങും. ഇതുവരെ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി നിങ്ങൾക്ക് അടിയറവ് പറയാൻ തുടങ്ങും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ എനർജിയെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് എല്ലാം താൻ തന്നെയാണെന്ന് ജീവിക്കുന്നവർക്ക് ആ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. സോ അവഗണന നിങ്ങളുടെ ശക്തമായ ഒരു ആയുധമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആരാണോ നമുക്കൊരു വാല്യൂ തരാതിരുന്നത് അവരെ നഷ്ടപ്പെടുത്തിയത് ഒരു മാണിക്യത്തെയാണെന്നും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു വരമാണെന്നും അവർ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.